ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇതാ ഞാൻ ലാബിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാസത്തോളമായി കയറിയിട്ട്. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ലാബ് തുറന്ന് കയറിയ സമയത്ത് എന്തിൻ്റെയോ ഒരു കുഞ്ഞാണ് കേട്ടോ ഗായ്സ്. ഇനി എലിയുടെ ആണോ അണ്ണാൻ്റെ ആണോ എന്ന് അറിഞ്ഞൂടാ, എന്തിൻ്റെയോ ഒരു കുട്ടി. അപ്പോൾ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെടുത്തിട്ട് കളഞ്ഞു ആദ്യം. പിന്നെ കളഞ്ഞ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ അതിനങ്ങനെ ഉറുമ്പുകൾ ഇങ്ങനെ വന്ന് തിന്നാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്തോ സമാധാനക്കേടായിട്ട് ഞാൻ അതിനെടുത്തിട്ട് ഇതുപോലൊരു ചെറിയൊരു ബോക്സിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെന്താ ചെയ്യാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജീവനെ കാണുന്നതും. പിന്നെ ഞാൻ ഇതുവരെ ഒരു പെറ്റ്സിനെ വളർത്തിയുള്ള പരിചയം എനിക്കില്ല കേട്ടോ. ഇതെന്താ കഴിക്കുക കുടിക്കുകയെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കാട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സിറിഞ്ചും പിന്നെ കുറച്ച് പാലും വാങ്ങി കൊടുന്നിട്ട് അതിൽ ആക്കിയിട്ട് ഞാനിങ്ങനെ ഫീഡ് ചെയ്ത് നോക്കി. പക്ഷെ അത് കുടിക്കണില്ല, വായ അങ്ങോട്ട് കാണിക്കണില്ല. പിന്നെ ഇതിൽ കയ്യിലെടുക്കാൻ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. ഞാൻ ഇത്ര നേരം ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് എടുത്തത്. പക്ഷേ ഇപ്പോൾ കയ്യിലെടുക്കുമ്പോൾ എനിക്കെന്തോ ഒരു പേടി പോലെ. എനിക്കിങ്ങനെ പെറ്റ്സിനൊന്നും വളർത്തി ശീലമില്ലാത്ത കാരണം കൊണ്ടായിരിക്കും. കയ്യിൽ കൊടുത്താൽ ചിലപ്പോൾ കഴിക്കുമായിരിക്കും എന്ന് വിചാരിക്കണം എനിക്ക്. പക്ഷെ പേടിയായ കാരണം ഞാൻ അങ്ങനെ കിടത്തിയിട്ടാണ് കൊടുത്തത്. നോക്കുമ്പോൾ അത് കുടിക്കണില്ല ഗൈസ്. അപ്പോൾ എന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഇതിനെ കൊണ്ടുപോയിട്ട് എനിക്ക് നോക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്നാലും അവിടെ ഇട്ട് പോരാൻ സമാധാനം ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ബസ്സിൽ അതിനെ ഇതേപോലെ ബാഗിലാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. ഇനി വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ അകത്ത് കയറ്റുമൊന്നും അറിയില്ല. ഒക്കെ ആകെ കൺഫ്യൂഷനിലാണ്. വരണ വഴിക്ക് കാണാൻ വെച്ചിട്ടാണ് ഞാനിതിനെ വീട്ടിൽ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇനിയും ഇതിനെയും കൂടി അടിച്ച് പുറത്താക്കുമെന്ന് അറിയില്ല ഗൈസ്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മ വലിയ സീനൊന്നും ഉണ്ടാക്കിയില്ല. ഉമ്മാടി ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒരു സാധനം അതിനെ കളയാൻ തോന്നിയില്ല, അപ്പോൾ എടുത്തിട്ട് എന്താ പറഞ്ഞപ്പോൾ ഉമ്മ ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. വീട്ടിലങ്ങനെ പെറ്റ്സിനെ വളർത്തണമെന്നൊന്നും ആർക്കും ഇഷ്ടമില്ല കേട്ടോ. ഉപ്പാക്കും ഇഷ്ടമില്ല, ഉമ്മാക്കും ഇഷ്ടമില്ല. ഐഷു കുറേ ആയി പറയുന്നത് പൂച്ചനെ വാങ്ങാൻ എന്തിനേലും വാങ്ങുന്നൊക്കെ. പിന്നെ ഐഷുവിന് ഇതിനെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അങ്ങനെ എല്ലാവർക്കും അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ഞാനിതാ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തേക്ക് മൈദ, കടലമാവ്, കോൺഫ്ലോർ, അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതേപോലെ മാവ് പോലെ ആക്കിയിട്ട് ഉരുളൻകിഴങ്ങും സവോള ഇങ്ങനെ റിങ്ങായിട്ട് അരിഞ്ഞിട്ട് അതും മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചിട്ടാണ്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം ഇങ്ങനെ കഴിക്കാൻ കിട്ടണം. അപ്പോൾ പുറത്ത് പോയി വരുന്ന കാരണം കൊണ്ട് കേട്ടോ. പിന്നെ ചായ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു സാധനത്തിന് കൊടുക്കുന്നുണ്ട്, അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേന്നൊക്കെ ഓർമ്മ വന്നത്. മറന്നിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും അതിനെടുത്തിട്ട് കുറച്ച് പാലും കൂടിയും കൊടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് പേടിയൊക്കെ മാറിയ കാരണം കയ്യിലിങ്ങനെ എടുത്ത് വെക്കാനുള്ള ധൈര്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെടുത്തിട്ട് ഞാൻ ഇതുപോലെ കയ്യിലിങ്ങനെ വെച്ചിട്ട് കുറച്ച് പാല് അവിടെ ഒഴിച്ചിട്ട് ഇങ്ങനെ അതിനെ തല പിടിച്ചിട്ട് അങ്ങനെ കൊടുത്ത് നോക്കിയപ്പോൾ അത് കുറച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ പട്ടിണി കിടന്നിട്ട് ചത്തുപോയാലോ പാവല്ലേ. അപ്പോൾ കുറച്ച് പാലൊക്കെ അത് കുടിച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഉമ്മയും ഐശു യുസുട്ടനും ഈ നേരത്ത് വൈകുന്നേരം ഒരു 5 മണി 5:30 ടൈമിലൊക്കെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങൽ പതിവുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ അണ്ണാനെ പറ്റിയിട്ടും പിന്നെ ഇന്ന് ലാബിലുണ്ടായ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ നടക്കൂട്ട എല്ലാ കാര്യങ്ങളും. അങ്ങനെ നടന്ന് പാടത്തിൻ്റെ അവിടെ ഞങ്ങൾ ഈ നടക്കണ വീഡിയോസ് ഒരു വട്ടം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നടക്കണ വീഡിയോസൊക്കെ ഒരുപാട് തവണ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ സ്ഥിരം ഇരിക്കാറുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് ഒരു പാടത്തിൻ്റെ വക്കിൽ വന്നിട്ട് അങ്ങനെ ഇരിക്കൂട്ടാ. പിന്നെ ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ആ സമയത്ത് ഐശുദ സൈക്കിൾ ഓടിച്ച് നടക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ സൈക്കിൾ ബാലൻസ് കിട്ടിയപ്പോൾ ഫുൾ ടൈം ഈ സൈക്കിളിൽ ഉണ്ടാവുള്ള പരിപാടി. അപ്പോൾ വേഗം അകത്ത് കയറാൻ പറയാണ്, കാരണം ബാങ്ക് കൊടുക്കാനായില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.